ഹലോ അസ്സലാമലൈക്കും. എനിക്ക് ഇന്ന് കിട്ടിയ റംസാൻ കിറ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഈ കിറ്റിനകത്തുള്ളതാണ്. ആദ്യം തന്നെ ബിരിയാണി അരിയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ വയ്ക്കാനാണ് പെരുന്നാളിന് കേട്ടോ. പിന്നെ സേമിയാത്തിരി എന്ന് പറയുമ്പോൾ അതും പിന്നെ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞ് സേമിയൊക്കെ വെച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് തന്നത്. നേരത്തെ തന്നാലും എടുത്ത് പോകുമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ താണ്ട നല്ല 1 കിലോയുടെ കേരയുടെ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ എടുക്കുന്നത് നോക്കട്ടെ, അടുത്തത് എന്താണെന്ന് നോക്കട്ടെ. ഓഹോ, ഇതാണ് കിസ്മിസ്. അപ്പം കിസ്മിസ് എന്തോതിനാണെന്നറിയാമോ? നമുക്ക് സേമിയ വെച്ച് കഴിക്കാം. കാഷ്നട്ടും ഉണ്ട്, എല്ലാം തോനെയുണ്ട് കേട്ടോ, ചിട്ടേ ഉണ്ട് സംഭവങ്ങൾ. എനിക്ക് കിട്ടിയത് നിങ്ങളെ ഒന്ന് കാണിക്കണം, അതെൻ്റെ ഒരു സന്തോഷമാണ്. ഏലക്കായും ഉണ്ട്, 50 ഗ്രാമേ ഉള്ളൂ ഏലക്ക കേട്ടോ. 50 ഗ്രാം കാണും, അത്രയൊക്കെ കാണത്തുള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി പരിപ്പാണ്. ആരും ബിരിയാണിക്ക് പരിപ്പ് കറി വെക്കത്തില്ലല്ലോ അല്ലേ? പിന്നെന്താ പരിപ്പും തന്നിട്ടുണ്ട്. ഓക്കെ ഇരിക്കട്ടെ, എന്തായാലും ഇൻഷാല്ലാ. വെറുതെ കിട്ടിയതല്ലേ, വെറുതെ നല്ലോ. സോറി ഇത് ഡാൽഡ 1/2 കിലോ കാണും ഡാൽഡ. അങ്ങനെ 1/2 കിലോയുടെ ഡാൽഡയും കിട്ടി. പക്ഷേ ഈത്തപ്പഴം പിന്നെന്തുവാ പടച്ചവനെ, നോമ്പ് തീർന്നപ്പോഴാണോ ഈത്തപ്പഴം കണ്ടില്ലേ? 1/2 കിലോയെങ്കിലും കാണുമേ. അങ്ങനെ ഈത്തപ്പഴമുണ്ട്. പിന്നെന്തുവാ നോക്കട്ടെ, പപ്പടം, ഗുരുവായൂർ പപ്പടം. ബിരിയാണി വെച്ച് കഴിക്കുമ്പോൾ ഗുരുവായൂർ പപ്പടം പൊരിച്ച് കഴിക്കണം. അതാണ് അതിൻ്റെ അത് ഏത് അത് കേട്ടോ. പിന്നെന്തുവാ നോക്കട്ടെ, ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ കാണിക്കുവാണ് മുത്തുമണികളെ. എനിക്ക് വട്ടമൊന്നുമില്ല, ഇത് പഞ്ചസാരയാണ് കേട്ടോ. എനിക്ക് വട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ മുത്തുമണികളെ. എൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, അടിപൊളി വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ. നാളെ മിക്കവാറും ആ വീഡിയോ വരും, എല്ലാവരും ഒന്ന് കാണണേ, മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയതായിട്ടൊന്നുമില്ല. എന്നാലും ഇത്രയും സാധനമൊക്കെ നമ്മൾ മേടിക്കുവാണെങ്കിൽ എത്ര രൂപയാകും? അസ്സലാമലൈക്കും.